ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. പാലക്കാട് ജില്ലയിലെ ഗ്രാമീണ ഭംഗിയിൽ വയലുകൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തേനാരി ശ്രീ മധ്യാരണ്യ ശ്രീരാമക്ഷേത്രം. ശ്രീരാമനും ലക്ഷ്മണനുമാണ് പ്രധാന പ്രതിഷ്ഠ. ഹനുമാന്റെ പ്രതിഷ്ഠയും ഉണ്ട് ഇവിടെ. ക്ഷേത്രത്തിനുള്ളിൽ പ്രധാന പ്രതിഷ്ഠയ്ക്ക് മുന്നിലായി ശ്രീരാമതീർത്ഥം സ്ഥിതി ചെയ്യുന്നു. കാളയുടെ രൂപത്തിലുള്ള ശില്പത്തിന്റെ വായിലൂടെ രാമതീർത്ഥത്തിൽ നിന്നുള്ള ജലം എപ്പോഴും പുറത്തേക്ക് പ്രവഹിക്കുന്നുണ്ട്. ഈ തീർത്ഥത്തിൽ കുളിച്ചാൽ ഗംഗയിൽ സ്നാനം ചെയ്ത പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. നിത്യവും ബലിതർപ്പണം നടത്തുന്ന ക്ഷേത്രമെന്ന പ്രത്യേകതയും ഉണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഉദ്ഭവത്തെക്കുറിച്ച് 2 ഐതിഹ്യങ്ങളാണ് കേട്ടത്. വാളയാർ പുഴയിൽ സ്നാനം ചെയ്ത ശ്രീരാമൻ തന്റെ മരവുരിയും കൃഷ്ണാഞ്ജനവും എടുത്തുകൊണ്ടുവരാൻ ലക്ഷ്മണനോട് പറയുകയും ലക്ഷ്മണൻ അത് നിരസിക്കുകയും ചെയ്തത്രേ. ലക്ഷ്മണൻ ഇനി ജ്യേഷ്ഠനെ സേവിക്കാൻ യോഗ്യനല്ലെന്നും ഗംഗാതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് കാശി വിശ്വനാഥനെ വന്ദിച്ച് ശ്രീരാമന്റെ പാദങ്ങളിൽ വീണാൽ മാത്രമേ ലക്ഷ്മണൻ ചെയ്ത പാപം തീരുകയുള്ളൂ എന്ന ഒരു അശരീരി ആ സമയം കേൾക്കാനിടയായി. ഇപ്പോൾ ശില്പത്തിന്റെ വായിലൂടെ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത്. പൂജാകർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. ലക്ഷ്മണൻ ഗംഗയിൽ പോയി സ്നാനം ചെയ്തു വരുന്നതിലുള്ള കാലതാമസത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ജ്ഞാനശ്രുതി എന്ന മഹർഷി അവിടെ എത്തുന്നത്. മഹർഷി ശ്രീരാമനോട് ഗംഗയെ ഇങ്ങോട്ട് വരുത്തുവാൻ പറഞ്ഞു. ശ്രീരാമന്റെ ശരം ഭൂമിയെ തുളച്ചുപോയി ഗംഗയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ ഗംഗയിൽ സ്നാനം ചെയ്ത് ലക്ഷ്മണൻ പാപമുക്തനായി. ഈ തീർത്ഥം ഇന്നും പലരെയും പാപമുക്തരാക്കിക്കൊണ്ടിരിക്കുന്നു. ശനി ഭഗവാന്റെ അനുഗ്രഹവും ഈ ക്ഷേത്രത്തെ കൂടുതൽ പവിത്രമാക്കുന്നുണ്ട്. തന്റെ ദൃഷ്ടിയുള്ള സമയത്താണ് ദശരഥന് പുത്രവിയോഗമുണ്ടാവാനുള്ള ശാപമേൽക്കുന്നത് എന്നതിനാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനുണ്ടായ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം താനാണെന്ന് പശ്ചാത്തപിച്ച് ഈ തീർത്ഥക്കരയിൽ കുളിക്കുന്നവർക്ക് ശനിദോഷം അകന്നു പോകുമെന്ന അനുഗ്രഹവും കൊടുത്തു. രാമലക്ഷ്മണന്മാർ ഈ പ്രദേശത്ത് താമസിക്കുന്ന വേളയിൽ പിതൃതർപ്പണം നടത്തി പിതൃക്കൾക്ക് മോക്ഷം നൽകിയതിനാൽ ഈ തീർത്ഥക്കരയിൽ പിതൃതർപ്പണം നടത്തിയാൽ ജന്മാന്തരങ്ങളായുള്ള പിതൃദോഷങ്ങൾ വിട്ടൊഴിയുമെന്നാണ് വിശ്വാസം. നിങ്ങളൊരു അത്ഭുതം ശ്രദ്ധിച്ചോ? ഈ തറനിരപ്പിൽ നിന്നും ഇത്രയും ഹൈറ്റിലാണ് അമ്പലം. പ്രതിഷ്ഠയ്ക്ക് തൊട്ടുമുന്നിലാണ് ശ്രീരാമതീർത്ഥം. തറനിരപ്പിൽ നിന്നും അത്രയും ഉയരത്തിലാണ് വെള്ളം അവിടെ നിൽക്കുന്നത്. അവിടെ നിന്നുമുള്ള വെള്ളമാണ് കാളയുടെ രൂപത്തിലുള്ള ശില്പത്തിന്റെ വായിലൂടെ പുറത്തു വരുന്നത്. കാശി സ്നാനം. ഇവിടെ സ്നാനം ചെയ്താൽ കാശിയിൽ പോയി സ്നാനം ചെയ്യുന്ന പുണ്യം കിട്ടുമെന്നർത്ഥം. ഇവിടെയുള്ള ഒരു ക്ഷേത്ര ജീവനക്കാരന്റെ അനുവാദത്തോടെ ഞങ്ങൾ അകത്തു കയറി വീഡിയോസ് എടുത്തു. ഏതൊരു അമ്പലത്തിലും പ്രതിഷ്ഠയുടെ വീഡിയോസോ ഫോട്ടോസോ എടുക്കാൻ പാടുള്ളതല്ല. അത് ഞങ്ങൾ ഇവിടെയും അനുസരിച്ചു. ഇതാണ് ശ്രീരാമതീർത്ഥം. ഒരു ഗരുഡന്റെ ശില്പവും ശ്രീരാമ ഭഗവാന്റെ എന്ന് പറയപ്പെടുന്ന കാൽപാദമുദ്രയും കാണാം. ഈ അമ്പലത്തിന് 1 കൂടുതൽ വാതിലുകളുണ്ട്. ഈ വാതിൽ തുറക്കുന്നത് നേരെ കുളത്തിലേക്കാണ്. ശ്രീരാമതീർത്ഥത്തിൽ നിന്നും എത്ര താഴെയാണല്ലേ ഈ കുളം. ഇത് മറ്റൊരു വാതിലാണ്. ഒന്നുകൂടെ നോക്കിക്കോളൂ. ഈ സ്റ്റെപ്പുകൾ ഇറങ്ങിയാൽ തറനിരപ്പായി. ഇവിടെയാണ് കാളയുടെ ശില്പം സ്ഥിതി ചെയ്യുന്നത്. അതിലൂടെയാണ് തീർത്ഥം ഒഴുകുന്നത്. അമ്പലത്തിലേക്ക് ആവശ്യമായ തീർത്ഥം മുക്കിയെടുക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ട്. ഇന്ന് പ്രതിഷ്ഠാ ദിനമായതിനാൽ അതിന്റെ കാര്യങ്ങളാണ് ഈ കാണുന്നത്. കാളയുടെ വായിലൂടെ വരുന്ന തീർത്ഥം എവിടെ നിന്നാണെന്ന് അറിയണ്ടേ? സ്ഥിരമായി ഇതിലൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കണമെങ്കിൽ എത്ര ഉറവയുണ്ടാവണം? ഈ തീർത്ഥം പുറത്തു പോയില്ലായിരുന്നുവെങ്കിൽ ഈ അമ്പലം മുഴുവൻ വെള്ളമായിരിക്കുമല്ലേ? ഈ തീർത്ഥം നേരെ കുളത്തിലേക്ക് പോയി അവിടെ നിന്നും ആവശ്യാനുസരണം ചുറ്റുമുള്ള പാടശേഖരങ്ങളിലേക്ക് പോകും. ഞങ്ങൾക്ക് അവിടെ നിന്നും സമൃദ്ധമായൊരു പ്രസാദൂട്ടും കൂടെ പായസവും കിട്ടി. ഇപ്പോൾ സമയം 11 മണി. 11 മണിയാവുമ്പോഴേക്കും പാചകവും കഴിഞ്ഞു, ഊണും തുടങ്ങി. അത്യാവശ്യം വലിയൊരു ഹാളാണ്. കുറേ പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഇനി പോകുന്നത് ഒരു പ്രധാന സ്ഥലത്തേക്കാണ്. 1ാമത്തെ ഐതിഹ്യം പറഞ്ഞല്ലോ, ഇനി 2ാമത്തെ ഐതിഹ്യം പറയാം. സീതാദേവിയെ വീണ്ടെടുത്ത ശ്രീരാമനും പരിവാരങ്ങളും തിരിച്ച് അയോധ്യയിലേക്ക് പോകുമ്പോൾ ഈ ഭാഗത്ത് ഒരു പാറയിൽ വിശ്രമിച്ചു. അതിന്റെ അടയാളങ്ങളാണത്രേ ഇത്. പല്ലാങ്കുഴി കളിച്ചതെന്ന് പറയപ്പെടുന്ന കുഴികളും കാണാം. അവിടെ അടുത്തൊരു വീട്ടിലെ ചേട്ടൻ പറഞ്ഞെന്ന കഥയാണ് കേട്ടോ ഇത്. ഇതാണ് ശംഖുചക്രപ്പാറ. ഇത് മീന്, ഇത് ചക്രം, അടുത്ത ഒരു ശംഖിന്റെ അടയാളവും ഉണ്ട്. ശംഖുചക്രം എന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഭഗവാൻ വിഷ്ണുവിന്റെ കയ്യിലുള്ള പ്രധാന ആയുധങ്ങളായ പാഞ്ചജന്യം, സുദർശന ചക്രം എന്നിവയെ സൂചിപ്പിക്കുന്നു. പന്തൽ കെട്ടിയ പോലുള്ള കുഴികളും കാണുന്നുണ്ട്. സീതാദേവിക്ക് ദാഹശമനം നടത്താനായി ശ്രീരാമൻ ഗംഗയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നാണ് 2ാമത്തെ ഐതിഹ്യം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി വരാം. ബൈ.